കാപ്പി തണുത്ത അമ്മ വഴക്ക് പറയും ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന എന്റെ കുറച്ച് കമന്റ്സ് പറ്റിയിട്ടും അതേപോലെ വേറെ കുറച്ച് DMസും കമന്റ്സിനൊക്കെ പറ്റിയിട്ടാണ്. കുറെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുവരെ എനിക്കൊരു വൈറ്റനിങ് ക്രീം പറഞ്ഞുതരോ, ദേഹം മൊത്തം വെളുപ്പിക്കാൻ ഒരു സാധനം പറഞ്ഞുതരോ, മുഖം മൊത്തം വെളുപ്പിക്കാൻ പറഞ്ഞുതരോ, പെട്ടെന്ന് വെളുക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെ ഹോം റെമഡി, അതിന് വീട്ടിലുള്ള ഹോം റെമഡീസ് പറഞ്ഞു തരൂ. അത് വേറൊരു കമന്റ് സെക്ഷൻ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ഇൻബോക്സിലും കമന്റ് ബോക്സിലും വരുന്ന മെസ്സേജസ് എന്ന് പറയാം, എനിക്ക് വൈറ്റനിങ് ക്രീം യൂസ് ചെയ്ത് പണി കിട്ടി, എങ്ങനെ മാറ്റാൻ പറ്റും, എനിക്ക് നല്ല രീതിയിൽ സ്കിൻ ടോണൊക്കെ നാച്ചുറൽ സ്കിൻ ടോണിന് നല്ല രീതിയിൽ ഡാർക്കറായി, മുഖത്ത് കുരു വരാൻ തുടങ്ങി, പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി, ഇനി അതെങ്ങനെ മാറ്റാൻ പറ്റും, എനിക്ക് മുഖം പൊള്ളാൻ തുടങ്ങി, അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ. അപ്പം ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം എന്നെനിക്ക് തോന്നി. ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പം ഇനി വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യാതെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതും പറഞ്ഞുതരാം. അപ്പൊ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യാതിരിക്കാൻ. ഇപ്പൊ വൈറ്റനിങ് ക്രീംസ് എന്ന് മാത്രമല്ല, ഗ്ലോ ക്രീം അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നതൊന്നും കഴിവതും അങ്ങനെ യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്ന് പറയുമ്പോൾ ഇതിനകത്തൊക്കെ കൂടുതലും സ്റ്റിറോയിഡ്സും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് വരും. നമുക്ക് ചില കെമിക്കൽസ് നമുക്ക് നല്ലതാണ്, ചില കെമിക്കൽസ് ഭയങ്കര ഹാംഫുൾ ആണ്. ചിലതുണ്ടല്ലോ നമ്മൾ ഒരു യൂസ് ചെയ്യേണ്ട അളവിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്താൽ നമുക്ക് ഹാംഫുൾ ആയിരിക്കും, ചിലത് കുറഞ്ഞ് യൂസ് ചെയ്താൽ ഹാംഫുൾ ആയിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും വൈറ്റനിങ് ക്രീംസും അതിനകത്ത് നല്ല രീതിയിൽ സ്റ്റിറോയിഡ്സ് ഉണ്ട്, അത് നമ്മുടെ സ്കിന്നിന്റെ ലെയറിനെ ഭയങ്കരമായിട്ട് കട്ടി കുറയ്ക്കാം. അപ്പൊ കട്ടി കുറയ്ക്കുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് വെയിലത്ത് പോകുന്ന സമയത്ത്, വെയിൽ കൊള്ളുന്ന സമയത്ത് പെട്ടെന്ന് അത് അഫക്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടൊരു കട്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ അത് അത്ര അഫക്റ്റ് ചെയ്യില്ല. നമ്മൾ ഇപ്പൊ സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകുമ്പോഴും നമുക്ക് ഒരു എന്താ പറയുക, ടാനിങ് നല്ല രീതിയിൽ പൊള്ളലൊക്കെ ഉണ്ടാവുമെങ്കിലും വലിയ സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും അങ്ങനെ വരാറില്ല. എന്നാൽ ഈ ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് പണി കിട്ടിയ സമയത്ത് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യാനും പിന്നെ അത് ഒരു ഡിസീസിലോട്ട് മാറാനും വലിയ സിവിയർ ആയിട്ടുള്ള സ്കിൻ ഇഷ്യൂസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിവതും അങ്ങനത്തെ ക്രീംസ്, അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന ക്രീംസ്, പെട്ടെന്ന് വെളുപ്പിക്കാം, പെട്ടെന്ന് ഗ്ലോ തരാം, അങ്ങനത്തെ പറയുന്ന ക്രീംസും കാര്യങ്ങളൊന്നും കഴിവതും യൂസ് ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നൊന്നും ഞാൻ പറയാം. ഇനി ആദ്യം എന്ന് പറയുന്നത്, ഇത് ഉപയോഗിച്ച് കുറെ പേർക്ക് എന്താ പറയാ സ്കിന്നിന് നല്ല ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഉപയോഗിക്കുന്നവരെ കുറ്റം പറയാനും പറ്റില്ല, കാരണം നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. നമ്മുടെ സൊസൈറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണ് നല്ലത്, അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ഒരു ഇതിനാണ് പ്രയോറിറ്റി, മെജോറിറ്റി, ബ്യൂട്ടിഫുൾ എന്നുള്ള കരുതുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗവും ഇപ്പോഴും നടക്കുന്നത്. കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അങ്ങനെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിലും നാട്ടിലും തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് റിലേറ്റീവ് വീട്ടിലോട്ട് വരുമ്പോഴേക്കും അയ്യോ മോനെ കറുത്തു പോയല്ലോ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്തോ സങ്കടം വരത്തില്ലേ. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പം സ്കിൻ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് ക്ലിയർ ആക്കുക, ബ്രൈറ്റ് ആക്കുക. നമുക്ക് ഡൾ ആയിട്ടുള്ള സ്കിന്നിനെ നമുക്ക് ബ്രൈറ്റ് ആക്കാൻ പറ്റും, ടാനിങ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ടാനിങ് റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള സ്കിൻ ടോണിനേക്കാളും നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോണിലോട്ട് പോകും. അത് താരതമ്യേന എന്താ പറയാ ഫെയർ ആയിരിക്കും. അപ്പൊ അത് ചെയ്യാൻ നോക്കുക. മാക്സിമം സ്കിൻ ക്ലിയർ ആക്കുമ്പോൾ തന്നെ നമ്മൾ സ്കിൻ ഹെൽത്തി ആക്കും. ഇപ്പൊ നമ്മൾ ബോഡി ആശുപത്രി പോകുന്നു, നല്ല ആഹാരങ്ങൾ കഴിക്കുന്നു, ജിമ്മിൽ പോകുന്നു, പറയുമ്പോൾ ഹെൽത്ത് ബോഡി അടിപൊളിയായിരിക്കില്ലേ. ബോഡി അടിപൊളിയാക്കുന്ന പോലെ തന്നെയാണ് സ്കിന്നും, അതും നമ്മുടെ ഹെൽത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസോടെ അതിനെ കണ്ടു കഴിഞ്ഞാൽ ഓവറോൾ ഭയങ്കര ഭംഗിയാണ്. എല്ലാ സ്കിൻ ടോണും അതിൻ്റെതായ രീതിയിലൊരു ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക. അതിനെ നമുക്ക് എങ്ങനെ നന്നാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ സ്കിൻ ടോണ് വാട്ട് എവർ ഇറ്റ് ഇസ്, ഫെയർ ആണെങ്കിലും ഡസ്റ്റി ആണെങ്കിലും ബ്രൗൺ ആണെങ്കിലും എന്താണെങ്കിലും അതിനെ എങ്ങനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് പോലെയാണ് നമുക്ക് ഹെൽത്ത് മോശമായിട്ടുള്ളൊരു ഹെൽത്ത് എങ്ങനെ എൻഹാൻസ് ചെയ്തിട്ട് ഒരു ഹെൽത്തി പേഴ്സൺ ആവാമെന്ന് നമ്മൾ ചിന്തിക്കില്ലേ, അതുപോലെ സ്കിന്നിന്റെ ഹെൽത്താണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എന്താ പറയുക, ഒരു കുഞ്ഞു വാവേനെ പോലെ വേണം നമ്മുടെ ഫേസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. താരതമ്യേന നമ്മുടെ ബോഡിയേക്കാളും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ജെന്റിലായിട്ടുള്ള ഒരു സ്കിന്നാണ് നമ്മുടെ ഫേസിൽ വരുന്നത്. അതുപോലെ പെൺപിള്ളേരെക്കാളും താരതമ്യേന തിക്കറായിട്ടുള്ള സ്കിന്നാണ് ആൺപിള്ളേർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാർഷുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴും ബോയ്സിന് അങ്ങനെ വലിയ പ്രശ്നം വരാറില്ല. പ്രശ്നം വരുന്നുണ്ടില്ല എന്നല്ല, പക്ഷെ വലിയ പ്രശ്നങ്ങൾ വരാറില്ലാത്തതിന്റെ ഒറ്റ റീസൺ എന്ന് പറയുമ്പോൾ ആൺപിള്ളേർക്ക് തിക്കറായിട്ടുള്ള സ്കിന്നാണ്. പക്ഷെ എന്നും പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട എന്നല്ല, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന ബോയ്സും ഉണ്ട്. അപ്പം അത് ശ്രദ്ധിക്കാൻ നോക്കാം. ഇനി അത് ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് നല്ലൊരു സ്കിൻ കെയർ റൊട്ടീൻ വേണം. നല്ല സ്കിൻ കെയർ റൊട്ടീൻ മാത്രം കൊണ്ടും നമുക്ക് സ്കിൻ ക്ലിയർ ആക്കാൻ പറ്റില്ല. അത് ഞാൻ മുന്നേ പറയാം. നല്ല സ്കിൻ കെയർ റൊട്ടീൻ മാത്രം പോരാ, നമുക്ക് നല്ല ഫുഡ് വേണം, നല്ല ഹെൽത്ത് വേണം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് ഐറ്റംസും നമ്മുടെ
വർക്കൗട്ട് റൊട്ടീനും എല്ലാം ചേഞ്ച് ആക്കിയാലേ നമുക്ക് സ്കിന്നിന്റെ ഹെൽത്തും മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് നോക്കുന്നതോടെ ഓവറോൾ നമ്മൾ റെജുവിനേറ്റ് ചെയ്യാൻ നമ്മുടെ ബോഡി എല്ലാം ക്ലിയർ ആവുകയാണ്. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ നോക്കാം. ഇനി വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പൊ ഇഷ്യൂ വന്നത് എങ്ങനെ മാറ്റാം? വൈറ്റനിങ് ക്രീം യൂസ് ചെയ്ത് ഇഷ്യൂ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് നിർത്തുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് നിർത്താതെ പതിയെ യൂസേജ് കുറച്ച് കൊണ്ടുവരും. നല്ല ടൈം എടുത്ത് പതിയെ ഇടുന്ന ഒരളവും എല്ലാം കുറച്ച് കൊണ്ടുവന്നിട്ട് പതിയെ കംപ്ലീറ്റ് ആയിട്ട് നിർത്താം. നിർത്തിയതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജെന്റിൽ ക്ലെൻസർ ഫേസ് യൂസ് ചെയ്യും. ഓവറോൾ നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡാമേജ് ആയിട്ടുണ്ടാവും ഈ ഒരു ടൈം കൊണ്ട്. അതുകൊണ്ട് തന്നെ ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാം. എനിക്ക് സെറ്റഫിലിന്റെ ജെന്റിൽ ക്ലെൻസർ ഭയങ്കര നല്ലതാണ്. അതുപോലെ ഇത് സംഭവം ഇത് അഫോർഡബിളും ആണ്. ഇത് ഡെർമാക്കോന്റെ നാച്ചുറമൈഡ് ജെന്റിൽ ക്ലെൻസർ ആണ്. സംഭവം അഫോർഡബിളും ആണ്. അതുപോലെ നല്ലൊരു ജെന്റിൽ ക്ലെൻസർ ആണ്. ഈ എന്തുകൊണ്ട് ജെന്റിൽ ക്ലെൻസർ എന്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ സ്കിൻ ഭയങ്കര ഡാമേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയർ ബ്രേക്ക് ആയി എന്ന് പറയാം. ആ സമയത്ത് നമ്മൾ ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള ഫേസ് വാഷുകളാണെങ്കിലും ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള എന്തെങ്കിലും ക്ലെൻസേഴ്സ് ആണെങ്കിലും നമ്മുടെ സ്കിൻ ഇത്തിരി കൂടി റഫ് ആക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ജെന്റിൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യും. സോ ഇങ്ങനൊരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യാം. പിന്നെ ഇനി ഏത് സ്കിൻ ടോൺ ആണെങ്കിലും നിങ്ങളൊരു തിക്കർ മോയ്സ്ചറൈസർ കയ്യിൽ വെക്കുന്നത് വളരെ നന്നായിട്ടുണ്ടാവും. ഒരു ഓയിലിയൊക്കെ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഒരു നോർമൽ ഓയിലി സ്കിൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പക്ഷെ രാത്രി ടൈമിൽ ഒരിത്തിരി ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയായിരിക്കും. എനിക്ക് ഒരുപാട് സാഹചര്യങ്ങളിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു സെറ്റഫിലിന്റെ മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ ഒരു സംഭവം ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇതെന്താ പറയുന്നത്, ഇത്രയും ഒരു ക്വാണ്ടിറ്റിക്ക് നമുക്ക് ഇത്ര 1000 അടുപ്പിച്ച് എന്ത് വരുന്ന റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് തീരത്തില്ല ഗൈസ്. ഒരു 12 മാസമൊക്കെ നിൽക്കാനുള്ള സാധനമുണ്ട്. ഇപ്പൊ തന്നെ ഇത് തീർന്നിട്ടില്ല. കണ്ടില്ല, ഒരുപാട് സാധനമുണ്ട്. ഇതിന്റെ ഒരു ടെക്സ്ചർ വരുന്നത് പറയുമ്പോൾ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. അതിനകത്ത് സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിനെ റെജുവിനേറ്റ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു സെറ്റഫിലിന്റെ മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറയുന്നത്. പെട്ടെന്ന് ഹെൽപ്ഫുൾ ആണ്. അപ്പം ഈ ഒരു സാധനം മേടിച്ചെടുക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. അതേപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി സൺസ്ക്രീൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. കാരണം ഇതിപ്പോ നിങ്ങളുടെ സ്കിൻ ടോണിനുള്ള നിങ്ങളുടെ സ്കിൻ ടൈപ്പിനുള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസറും ചൂസ് ചെയ്യാനുള്ളതാണ് ഏറ്റവും കീ എന്ന് പറയുന്നത്. ഇത് പിന്നെ ഞാൻ പറയുന്നത് നൈറ്റ് ടൈമിൽ കുറച്ച് അപ്ലൈ ചെയ്ത് നന്നായിട്ടുണ്ടാവും. കാരണം എന്താ പറയാ, ഇറ്റ് ഹെൽപ്സ് ഗൈസ്. ട്രസ്റ്റ് മീ, എനിക്ക് കോംപ്ലിക്കേഷൻ സ്കിന്നാണ്. സ്റ്റിൽ ഞാൻ ഈ സാധനം യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഒരു പരിധി വരെ എൻ്റെ സ്കിന്നകത്തുള്ള ഭൂരിഭാഗം ഇഷ്യൂസും ഹീൽ ചെയ്യാൻ ദിസ് വാസ് റിയലി ഗുഡ്. അപ്പോൾ നിങ്ങൾ ഈ 3 സാധനങ്ങളാണ് നമ്മുടെ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ. ടോണർ വേണ്ടെന്നല്ല, ടോണർ അത്ര എന്താ പറയുക ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ടോണർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഈ 3 സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഭൂരിഭാഗമുള്ള സ്കിൻ ഇഷ്യൂസ് നല്ല രീതിയിൽ മാറും. ഇത് ടാനിങ്, പിഗ്മെന്റേഷൻ, ആക്നി എല്ലാം ഇത് 3 കൊണ്ട് മാറ്റാൻ പറ്റും. നിങ്ങൾക്കതറിയോ? സിറംസ് വേണമെന്നില്ല, വേറെ ക്രീംസ് വേണമെന്നില്ല. ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടും ഇതൊരു മെയിൻ ആയിട്ട് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൺസിസ്റ്റൻസി വേണം. എക്സ്ട്രീം പേഷ്യൻസ് ലെവൽ വേണം. കൺസിസ്റ്റൻസി എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് വീണ്ടും കുരു വരും, വീണ്ടും പിഗ്മെന്റേഷൻ വരും, വീണ്ടും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്ട്രീം സമാധാനവും പേഷ്യൻസും വേണം. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരു ദിവസം യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് നല്ല റിസൾട്ട് കിട്ടില്ല. ഇപ്പോൾ ഒരു സൺസ്ക്രീൻ ഒരു ദിവസം സൺസ്ക്രീൻ ഇട്ടു എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അല്ല, 3 to 4, 5, 6, 7 ഒരു വർഷം വരെയെങ്കിലും നല്ല രീതിയിൽ സ്കിൻ കെയർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും. അത്രയും ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ജിമ്മിൽ പോയി ഒരു ദിവസം ജിമ്മിൽ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബൾക്കായിട്ട് മസിലൊക്കെ വെച്ച് വരില്ലല്ലോ. അതേപോലെ തന്നെയാണ് സ്കിൻ കെയർ. നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ജിമ്മിൽ തന്നെ ഇത്ര വർഷങ്ങൾ പോയിട്ടുള്ളവർക്ക് പോലും ഫെയർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാത്തവരില്ലേ, അതേപോലെ ഉണ്ട്. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനുള്ളതാണ് കീ. പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം, പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. ഇങ്ങനെ നമുക്ക് ഈ ഒരു 2 to 3 months വരെ ഇങ്ങനെ സ്റ്റീറോയിഡ്സും ക്രീംസും യൂസ് ചെയ്ത് പണി കിട്ടിയവർക്ക് ഇത് മാത്രം യൂസ് ചെയ്യാം. കാരണം നമുക്ക് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അതിന് ഇത് 3 അത്യാവശ്യമായിട്ട് വേണ്ടത്. വേറെ സിറംസ്, അതായത് സിറംസ് എന്ന് പറയുമ്പോൾ ആക്റ്റീവ്സ് ആയിരിക്കും.
സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ഹൈലൂറോണിക് ആസിഡ് എല്ലാം ആക്റ്റീവ്സ് ആണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നെ ഇനിയും ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യേണ്ട കാര്യം നമുക്ക് ഇല്ല, ഇപ്പൊ തന്നെ ഉള്ളതെല്ലാം കൂടെ കീറിപ്പോയിട്ടുണ്ട്. അപ്പൊ അത് വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം വളരെ വളരെ ഉപകാരമായിരിക്കും. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. എന്നിട്ട് പിന്നീട് നമുക്കൊരു 1 വർഷം അല്ലെങ്കിൽ ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം അവൾക്ക് ഭയങ്കരമായിട്ട് തോന്നുന്ന സ്കിൻ ഇഷ്യൂസ്, അതായത് ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടാനിങ്, ഭയങ്കരമായിട്ട് മുഖത്ത് കുരു വരുന്നു, അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ സിറംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ സ്കിൻ ടൈപ്പിനല്ല, ഇപ്പം ആക്റ്റീവ്സ് എന്ന് പറയുന്ന സ്കിൻ ടൈപ്പിനനുസരിച്ചല്ല ഭൂരിഭാഗവും. അതെന്ന് പറയുന്നത് നമുക്ക് എന്ത് സ്കിൻ ഇഷ്യൂ ആണുള്ളത് അതിനനുസരിച്ചാണ്. സാലിസിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ കുരു, ബ്ലാക്ക് ഹെഡ്സ്. ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ സ്കിൻ റെജുവിനേറ്റ് ചെയ്യാൻ, ഹൈഡ്രേറ്റ് ചെയ്യാൻ, പ്ലംബ് ചെയ്യാൻ, ഫൈൻ ലൈൻസ് റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യാൻ. കോജിക് ആസിഡ് ടാനിങ് ചെയ്യാൻ, ടാനിങ് മാറ്റാൻ, സ്കിൻ ബ്രൈറ്റ് ആകാൻ. വിറ്റമിൻ സി സ്കിൻ റെജുവിനേറ്റ് ചെയ്യാൻ, ആന്റി ഏജിങ്, ബ്രൈറ്റ് ചെയ്യാൻ, പിഗ്മെന്റേഷൻ ഫേഡ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതുപോലെ കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് മെയിൻ ആയിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഫേഡ് ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തുള്ള പ്രോഡക്ട്സ് കൃത്യമായി ആദ്യം ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ, പിന്നെ പതിയെ നിങ്ങളുടെ സ്കിൻ ഇഷ്യൂവിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് മാത്രം ചൂസ് ചെയ്ത് പതിയെ അതെങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള രീതി നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അതിനകത്തൊന്നും വീണ്ടും ഫിൽട്ടർ ചെയ്ത് കണ്ടുപിടിക്കുക ഏതാണ് കറക്റ്റ് രീതി എന്നുള്ള, അതിനനുസരിച്ച് മാത്രം. ഈവൻ നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയാലും, എനിക്ക് റീസെന്റ് ആയിട്ടല്ല, ഒരു കഴിഞ്ഞൊരു പാസ്റ്റ് ഞാൻ ട്രെറ്റനോയിന്റെ വീഡിയോ ഇട്ട സമയം തൊട്ട് എനിക്ക് ഒരുപാട് DMs വരുന്നുണ്ട്. ഒരു 30-40 DMs അടുപ്പിച്ച്. ട്രെറ്റനോയിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്റ്റീവാണ്, ഒരു റെറ്റനോൾ ആണ്. അപ്പോൾ ഈ സാധനം ഈ ഒരു സാധനം നമ്മള് ഈ ഒരു സാധനം പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും. അതായത് പണി കിട്ടും എന്ന് പറയുന്നത് മുഖം ഫുള്ള് പൊള്ളും, തൊലി കീറും, നമ്മുടെ മുഖം നല്ല വയസ്സായതുപോലെ റിങ്കിൾസ് വരും, അങ്ങനെ അധികം പണി കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, വെള്ളം മുഖത്ത് ഒഴിക്കാൻ പറ്റത്തില്ല, ഒരു പ്രോഡക്റ്റ് മുഖത്ത് ഇടാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല, അങ്ങനത്തെ സീനായിട്ട് മുഖത്ത് കുരു വരും, സ്കിൻ ബാരിയർ ആകെ ഡാമേജ് ആക്കും. അപ്പോൾ എന്നോട് പറഞ്ഞ ഡെർമറ്റോളജിസ്റ്റുമാർ പറഞ്ഞു കൊടുത്തതാണ് ഈ പ്രോഡക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറഞ്ഞു, ഡെയിലി യൂസ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ഇത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്, ആഴ്ചയിൽ 1-2 തവണ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് മാത്രമല്ല ഇതിന്റെ യൂസ് ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ രീതിയുണ്ട്, ആ രീതിയിൽ യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടി ചിലപ്പോൾ 1 വർഷം വരെയും ടൈം പിടിക്കാം, അത്രയും അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച്. അപ്പം അത് അവർക്ക് തിരിച്ചു പോയിട്ട് പറയാൻ പേടിയായോണ്ടാണ് എന്നടുത്ത് ചോദിച്ചു എങ്ങനെയാണ് റിക്കവർ ചെയ്യുന്നത്. ഹോപ്പ്ഫുള്ളി എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഇപ്പൊ നമുക്കിപ്പോ ഒരുപാട് പേർക്ക് ഇങ്ങനെ പറ്റിയിട്ട് പറയാതിരിക്കുന്നവരും ഉണ്ടായിരുന്നു. ഇനി ഡോക്ടേഴ്സിന്റെ അടുത്ത് മാത്രമല്ല, സെൽഫ് ട്രീറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ, ഇനി ഇതെന്നല്ല ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ പ്ലീസ് നിങ്ങൾ ചെക്ക് ചെയ്യുക അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കാം. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പണി. അതുകൊണ്ട് തന്നെ ഈവൻ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് കിട്ടുന്ന ക്രീം ആണെങ്കിലും എന്തോ ആണെങ്കിലും വീട്ടിൽ വന്ന് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ സെർച്ച് ചെയ്യാം. നമ്മുടെ സ്കിന്നിലാണ് അപ്ലൈ ചെയ്യുന്നത്, നമുക്കാണ് പണി കിട്ടുന്നത്, അവർക്കല്ല. അപ്പോൾ ഞാൻ പറയുന്നതാണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നിങ്ങളുടെ സ്കിന്നകത്ത് ആവശ്യം നിങ്ങൾക്കുണ്ടോ. ഞാൻ എന്തായാലും തെറ്റായിട്ട് പറഞ്ഞു തരത്തില്ല, ഞാൻ പറഞ്ഞു തരുന്ന രീതിയിലാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫെയർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. എനിക്കിപ്പോൾ തന്നെ ഒരുപാട് DMs വന്നു, എനിക്ക് ഫെയർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടി. കൃത്യമായിട്ട് ഉപയോഗിച്ച ഒരുപാട് പേര് എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, ഫേസ് ക്ലിയർ ആയെന്ന് പറഞ്ഞു. ഐ എം സോ താങ്ക്ഫുൾ. അവർക്കെല്ലാം ഫേസ് ക്ലിയർ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പൊക്കോ കൃത്യമായിട്ട് സ്കിന്നും നേരെ നോക്കാം, കൃത്യമായിട്ട് എന്ത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുക. അതുപോലെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഹോം റെമഡീസ്. പ്ലീസ് സ്റ്റേ അവേ ഫ്രം ഹോം റെമഡീസ്. ഹോം റെമഡീസ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഹോം റെമഡീസ് ചെയ്തു, പക്ഷേ കണ്ണി കാണുന്ന ഹോം റെമഡീസ് ചെയ്യരുത്. നിങ്ങൾക്ക് 100% ഉറപ്പുള്ള, നിങ്ങൾ പറയും അത് നാച്ചുറൽ ആണ്, വീട്ടിലുണ്ടാകുന്ന സംഭവമാണ്, നമുക്കൊരു പ്രശ്നം പറ്റില്ല, അങ്ങനല്ല. എല്ലാത്തിനകത്തും കെമിക്കൽസ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന ഓരോ ഇങ്ങനെ തൈര് ലാക്ടിക് ആസിഡ് ആണ്, അതേപോലെ എല്ലാത്തിനും ഓരോ തരത്തിലുള്ള ആക്റ്റീവ്സ് ആണുള്ളത്. അപ്പൊ അത് തെറ്റായിട്ടുള്ള മിക്സറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റായിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും. അതെല്ലാം ഈവൻ നമ്മുടെ വെള്ളം പോലും H2O അതും ഒരു കെമിക്കലാണ്. അപ്പം എല്ലാം കെമിക്കൽസ് ആണ്. അപ്പം അതിനകത്ത് നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും ഉണ്ട്,
നല്ല കെമിക്കൽസും ഉണ്ട്. അപ്പൊ നല്ല കെമിക്കൽസ് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യാന്നുള്ളതാണ് നല്ല കാര്യം. ഇപ്പൊ തന്നെ നമ്മൾ മരുന്നുകൾ കഴിക്കുന്നത്, നല്ല മരുന്നുകളും ഉണ്ട്, നമുക്ക് ദോഷം ചെയ്യുന്ന മരുന്നുകളും ഉണ്ട്. നല്ല മരുന്നുകൾ മേടിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അതേപോലെയാണ് സ്കിൻ കെയർ പ്രോഡക്ട്സും നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പം ഹോം റെമഡീസ് ഇപ്പൊ തന്നെ ഞാൻ പോപ്പുലറായിട്ട് കാണുന്ന പല ഹോം റെമഡീസ് സ്കിന്നിൽ ഒരിക്കലും തൊടുപോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒന്ന്, നാരങ്ങ നീര് സ്കിന്നിന് എന്തൊരു ഡാമേജ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് അറിയോ? നമ്മൾ മിക്ക എല്ലാ ഹോം റെമഡീസിലും ഞാൻ കാണുന്ന ഒരു സംഭവമാണ് നാരങ്ങ നീര് ഒഴിക്കണം. നാരങ്ങ നീരൊക്കെ നല്ല പണി കിട്ടുന്ന സാധനമാണ്. അതുപോലെ ഡയറക്റ്റ് നാരങ്ങ നീരും ഓറഞ്ചൊക്കെ മുഖത്ത് വെക്കുകയും അല്ല, ഓറഞ്ചിന്റെ പീലൊക്കെ. പക്ഷെ ഇതൊക്കെ നല്ല സീനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് എന്ന് തോന്നുന്നുള്ള ഹോം റെമഡീസ് മാത്രം ട്രൈ ചെയ്യുക. അല്ലാതെ എനിക്ക് തന്നെ ഒരുപാട് പേര് അറിയാം ഹോം റെമഡീസ് ചെയ്ത് പണി കിട്ടി. നിങ്ങൾക്ക് ആ സമയത്ത് മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും അപ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് നല്ല രീതിയിൽ അനുഭവിക്കേണ്ടി വരും. സ്നേഹം കൊണ്ട് പറയാണ്, കൃത്യമായിട്ടുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്യാം. പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെ ഫോർമുലേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. പക്ഷേ അതിനകത്തുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. അപ്പം അത് കാര്യങ്ങൾ ചെയ്യാം. കഴിവതും വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യാതിരിക്കുക. ഇതുപോലെ സ്കിൻ കെയർ പ്രോഡക്ട്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്കിൻ ഉണ്ടാകും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല ചേഞ്ചസ് ആണ്. ഈവൻ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ചാനലിൻ്റെ ഏറ്റവും അടിയിൽ പോയിട്ട് വീഡിയോസ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ വീഡിയോസ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻ്റെ ഫേസിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി. ഇപ്പം നമ്മൾ ഒരു വർഷമായിട്ടില്ല, ഒരു ഇത്രയും നാളായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നാൾ കൊണ്ട് എന്ത് ചേഞ്ച് ആണ് ഉണ്ടായെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം പ്ലീസ് ആ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാം. ട്രസ്റ്റ് ദ ടൈമിങ്. നല്ല രീതിയിൽ ടൈം എടുത്ത് മാത്രം സ്കിൻ കെയർ ചെയ്യാം. സ്കിന്നെ ട്രീറ്റ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക, ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അതാണ് വേണ്ടത്. നമ്മുടെ ഹെൽത്ത് പോലെ സ്കിന്നിനും കെയർ ചെയ്യാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യരുത്. കണ്ണിൽ കാണുന്നതെല്ലാം ശരിയാണെന്ന് കരുതി വാങ്ങിക്കരുത്. നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ ആണുള്ളൂ അതിനു വേണ്ടി മാത്രം ഉള്ള പ്രോഡക്ട്സ് മാത്രം വാങ്ങിക്കാം. ഈ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. അപ്പം കമന്റ് സെക്ഷൻ ചോദിക്കാം. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയി എങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെൻ്റെ ഇൻസ്റ്റയാണ്. പറ്റുന്നെങ്കിൽ ഇതിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉപകാരമായിരിക്കും ഗൈസ്. ഓക്കെ, ബൈ.